നിങ്ങൾ പുലർകാല ധ്യാനത്തിൽ നിന്നുണർന്ന് ഗുരുദേവ ജീവിതത്തെ ആഴത്തിലൊന്ന് വിലയിരുത്തൂ. താഴെ പാതാള ലോകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകളും മുകളിൽ സ്വർഗലോകത്തെപ്പോലും ആഘോഷിക്കുന്ന തലപ്പൊക്കമുള്ള ഒരു വിശാല വടവൃക്ഷമായി നമുക്ക് തോന്നും. ഒരു വ്യക്തിയല്ല, ആയിരക്കണക്കിന് വ്യക്തികൾ എന്ന് തോന്നുമാറ് എല്ലായിടത്തും എത്തുന്നത്, എല്ലായിടത്തും അനുഭവപ്പെടുന്നത്, എത്ര വൈവിധ്യമാർന്നത്, എത്രയെത്ര തലങ്ങൾ, എത്രയെത്ര മാനങ്ങൾ ആ ജീവിതത്തിന്, ആ വ്യക്തിത്വത്തിന്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവരെന്താണ്, അവരാരാണ്, അവരെന്തു ചെയ്തു എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്തല്ല എന്നാണ് പറയേണ്ടി വരിക. കാരണം ഗുരുദേവൻ എല്ലാമാണ്. അദ്ദേഹം സാധകനാണ്, തപസ്വിയാണ്, സിദ്ധനാണ്, പരിഷ്കർത്താവാണ്, ഗുരുവാണ്, ശിഷ്യനാണ്, ഭവിഷ്യദൃഷ്ടാവാണ്, യുഗദൃഷ്ടാവാണ്. അദ്ദേഹം ചെയ്യാത്തതായി എന്തുണ്ട്? നിങ്ങൾക്ക് യോഗയെക്കുറിച്ച് പഠിക്കണോ, ആയുർവേദത്തെക്കുറിച്ച് പഠിക്കണോ, തുളസിയുടെ മഹത്വത്തെക്കുറിച്ച് പഠിക്കണോ? ഇതെല്ലാം ഇവിടെ സാധിക്കും. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തുമാവട്ടെ, അവയെല്ലാം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അനുഭവവേദ്യമായ സൗഭാഗ്യമാണത്.